കേൾക്കുന്നില്ല എല്ലാവരും? ഗുഡ് മോർണിംഗ്. Good morning, sir. Okay, so last class we discussed the public key crypto system, and uh, in the last class we had an overview of public view crypto system. So here we are going, and we discussed what are the differences between public key, I mean symmetric key encipherment and asymmetric key encipherment. Okay, so here we are going to discuss the applications. Okay. Okay. So next the topic is application of public key crypto system. Okay, application of public key crypto system. So actually, depending on the application, the sender uses either sender's private key or receiver's public key. Okay. So you know, in public key crypto system, everyone has two keys for encryption and decryption. The first one is private key, and the next one is public key. Actually, public key will be published to everyone. Okay. So the private key is not a public one. So that will be kept in a secret way. So depending on our application, the public key and private key can be used for either encryption as well as decryption. Okay, so in that way, actually, application for public key crypto system are classified as the first one is encryption and decryption. Encryption and decryption. And next is digital signature. Next is digital signature. And third one is key exchange. Okay, key exchange. So these are the three categories of applications of public key crypto system. Okay, clear അല്ലേ പറയുന്നത്? അമ്മയെ കാണുന്നില്ലേ? അപ്പം so these are the three categories അല്ലെ? എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും, ഡിജിറ്റൽ സിഗ്നേച്ചർ, കീ എക്സ്ചേഞ്ച്. അപ്പൊ ഇതിൽ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഇപ്പോൾ ഒരാൾക്ക്, അതായത് ഈ കമ്മ്യൂണിക്കേഷനിലുള്ള ഒരാൾക്ക് ഒരു പബ്ലിക് കീ ഉണ്ടാവും അല്ലെ, പബ്ലിക് കീ ഉണ്ടാവും, അതുപോലെ തന്നെ പ്രൈവറ്റ് കീ ഉണ്ടാവും. പി യു എന്ന് എഴുതാം നമുക്ക്, പി യു ആൻഡ് പി ആർ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ ആപ്ലിക്കേഷൻസ് വരുന്നത്. ഓക്കെ അല്ലെ, പബ്ലിക് കീ എന്ന് പറഞ്ഞാൽ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മുടെ എല്ലാവരുടെ കയ്യിലും പബ്ലിഷ് ചെയ്തൊരു കീ ആയിരിക്കും. പ്രൈവറ്റ് കീ എന്ന് വെച്ചാൽ നമ്മുടെ ഓൺ കീ ആണ് അല്ലെ. അപ്പം ഏത് കീ ആണ് എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും യൂസ് ചെയ്യുന്നതിന് ഉള്ള മെത്തേഡ് അനുസരിച്ചായിരിക്കും ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ. എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, അത് തന്നെയാണ് എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ വരുന്നത്. അപ്പോൾ എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷനിൽ എന്തായാലും നമ്മൾ ചെയ്യുന്നത് എന്താ ചെയ്യാം? പറ. എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ, സപ്പോസ് എയും ഉണ്ട് ബിയും ഉണ്ട്. സോ എ ഹാസ് ടു സെൻഡ് എ മെസ്സേജ് ടു ബി. ഓക്കെ, എ ബി അല്ല. അപ്പൊ എയുടെ കയ്യിൽ എന്തുണ്ടാവും? പബ്ലിക് കീസ് ഒരുപാടുണ്ടാവും അല്ലെ.
ഇവിടെ സി ഉണ്ട്, ഡി ഉണ്ട് എന്നൊക്കെ നിങ്ങൾ അസ്യൂം ചെയ്യുക. സി, ഡി, ഇ ഒക്കെ ഉണ്ടെന്ന് ചെയ്തേക്കുക. അപ്പൊ ഇവരുടെയൊക്കെ ആർക്കൊക്കെയാണ് സെൻഡ് ചെയ്യേണ്ടത്? എ ഹാസ് ദ പബ്ലിക് കീസ് ഓഫ് ഓൾ ദ റിസീവേഴ്സ് അല്ലെ. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? അവരുടെ കീ റിങ്ങിൽ എന്തൊക്കെ ഉണ്ടാവും? പി ബി ഉണ്ടാവും അല്ലെ. അതുപോലെ പി സി ഉണ്ടാവാം, പി ഡി ഉണ്ടാവാം, പി അല്ല അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇത്രയും പബ്ലിക് കീസ് ആർക്കൊക്കെയാണ് സെൻഡ് ചെയ്യേണ്ടത്? സോ മെനി പബ്ലിക് കീസ്. പബ്ലിക് കീ റിംഗ് എന്ന് പറയുന്നത് ആ കറക്ഷന് പബ്ലിക് റിംഗ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? സോ വി ഹാവ് അവർ പ്ലെയിൻ ടെക്സ്റ്റ് ഹിയർ അല്ലേ. നമ്മൾ അതിനെ സൈഫർ ടെക്സ്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം സപ്പോസ് എനിക്ക് അയക്കേണ്ടത് ബി കാണുന്നു വിചാരിക്കും. ബി എന്ന് പറഞ്ഞ റിസീവറിനെ അയക്കേണ്ടെങ്കിൽ ഞാൻ ഏത് കീ ആണ് യൂസ് ചെയ്യുക? പറ, ഏത് കീ ആയിരിക്കും യൂസ് ചെയ്യുക? പി യു ബി യൂസ് ചെയ്യും. പി യു ബി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എൻക്രിപ്റ്റ് ചെയ്യും. പറഞ്ഞത് തന്നെയാണ്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ദിസ് ഇസ് ആൻ ആപ്ലിക്കേഷൻ ടു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എൻക്രിപ്ഷൻ ചെയ്യും. എൻക്രിപ്റ്റ് അവിടെ യൂസ് ചെയ്യുന്നത് പി യു ബി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ എൻക്രിപ്റ്റ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ സൈഫർ ടെക്സ്റ്റ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യും. ഓക്കെ, സോ വിൽ ട്രാൻസ്മിറ്റ് അവർ സൈഫർ ടെക്സ്റ്റ് ടു റിസീവർ ബി. ഇപ്പോൾ റിസീവർ ബിന്റെ കൈ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ഇതിനെ ഡീക്രിപ്റ്റ് ചെയ്യണം അല്ലെ, അല്ല ഡീസിഫർ ചെയ്യണം. സോ ഫോർ ദ ഡീക്രിപ്ഷൻ പ്രോസസ് എന്തായിരിക്കും യൂസ് ചെയ്യുക ഇവിടെ? പറ. പറ. എന്തായിരിക്കും ഉണ്ടാവുക? എങ്ങനെയാണ് ഡീക്രിപ്റ്റ് ചെയ്യുന്നത്? അതായത് ബി എന്ന് പറയുന്ന റിസീവറിന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ടായിരിക്കും, അതായത് പി ആർ ബി വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ റിസീവ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? വിൽ റിക്കവർ അവർ പ്ലെയിൻ ടെക്സ്റ്റ്. പ്ലെയിൻ ടെക്സ്റ്റ് നമുക്ക് കിട്ടും ഇവിടെ സൈഫർ ടെക്സ്റ്റ്. ഇത് നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത പ്രൊസീജിയർ ആണ്. സോ ദിസ് ഈസ് എൻ ആപ്ലിക്കേഷൻ. അതായത് ഇത് ഏത് ആപ്ലിക്കേഷൻ ആണ്? സാധാരണ രീതിയിലുള്ള എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും നമുക്ക് യൂസ് ചെയ്യാം. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? അപ്പൊ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും യൂസ് ചെയ്യുമ്പോൾ ആലോചിക്കുക എന്താ ചെയ്യുന്നത്? റിസീവേഴ്സ്, അതായത് സെൻഡർ വിൽ എൻക്രിപ്റ്റ് എ മെസ്സേജ് വിത്ത് ദ റിസീവേഴ്സ്, ഐ മീൻ പബ്ലിക് കീ വെച്ചിട്ടായിരിക്കും റിസീവ് ചെയ്യുക. അതായത് ഇവിടെ എൻക്രിപ്ഷൻ നടക്കുന്നതെന്ന് വെച്ചാൽ സൈഫർ ടെക്സ്റ്റ് ആക്കുന്നത് എൻക്രിപ്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? സപ്പോസ് മെസ്സേജ് പി ആണെങ്കിൽ ഏതാ യൂസ് ചെയ്യുക? പബ്ലിക് കീ ആണ് അല്ലെ. പബ്ലിക് കീ വെച്ചിട്ടായിരിക്കും എൻക്രിപ്ഷൻ നടക്കുക. ഓക്കെ, അവിടെ ഡീക്രിപ്ഷൻ നടക്കുന്നത് എന്താണ്? അതായത് പബ്ലിക് കീ എന്ന് പറയുന്നത് ഇപ്പൊ ബി എന്ന് പറയുന്നതിന്റെ പബ്ലിക് കീ അല്ലെ, പി യു ബി. ഇവിടെ ഡീക്രിപ്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് ആക്കി മാറ്റുന്നത് എങ്ങനെയാണ്? പ്ലെയിൻ ടെക്സ്റ്റ് ആക്കി മാറ്റുന്നത് ഇവിടെ ഡീക്രിപ്ഷൻ നടക്കുന്നത് എങ്ങനെയായിരിക്കും? പി ആർ ബി അല്ലെ. സൈഫർ ടെക്സ്റ്റ് നമ്മൾ മാറ്റി പി ആർ ബി, അതായത് പ്രൈവറ്റ് കീ ഓഫ് its own private key. So it will decrypt that message using its own private key. അപ്പോൾ അവിടെയാണ് ഈ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ പ്രോസസ്സിൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്ത് നോക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് എന്താണ്? ഇവിടെ എഴുതിയ ഡിജിറ്റൽ സിഗ്നേച്ചർ. എങ്ങനെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഈ നമ്മുടെ ഈ പബ്ലിക് കീ ക്രിപ്റ്റോസിസിൽ യൂസ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, സോ ദ നെക്സ്റ്റ് കാറ്റഗറി ഈസ് ഡിജിറ്റൽ സിഗ്നേച്ചർ. അപ്പൊ എന്താണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ? ആക്ച്വലി എന്താണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ? സോ വാട്ട് യു മീൻ ബൈ ഡിജിറ്റൽ സിഗ്നേച്ചർ? നമുക്ക് ഒരാൾ അയക്കുമ്പോൾ എന്താണ് സാധാരണ ഇതിൽ നമ്മൾ എപ്പോഴാണ് സൈൻ ചെയ്യുന്നത്? എന്താ സൈൻ എന്തിനാ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ എനിക്കൊരു സംഭവം, നിങ്ങളിപ്പം എന്തെങ്കിലും എഴുതി ഒരു ലെറ്റർ വാങ്ങിച്ച് ലെറ്ററിൽ അടിയിൽ സൈൻ ചെയ്യുന്നു, അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എന്തിനാ മായ? പെർമിഷൻ ഒരു അത്യാവശ്യം. നമ്മളിപ്പം ഏതൊരു ഡോക്യുമെന്റിലും നമ്മൾ സൈൻ ചെയ്യുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ പെർമിഷന് വേണ്ടിയിട്ട് സൈൻ ചെയ്യാറുണ്ട്. സോ വാട്ട് ഈസ് ദാറ്റ്? നമ്മൾ എന്തിനാണ് സൈൻ ചെയ്യുന്നത്? ആക്ച്വലി ഒരു ഓതന്റിക്കേഷന് വേണ്ടിയിട്ട് സൈൻ ചെയ്യുന്നത് അല്ലേ. നമുക്കൊരു ഓതറൈസേഷൻ അല്ലെങ്കിൽ ഓതന്റിക്കേഷൻ. അപ്പം ഞാനിപ്പം ഒരു ഡോക്യുമെന്റ് എഴുതി സൈൻ ചെയ്താൽ അതിൽ എന്റെയാണ് നമുക്കൊരു ഓതന്റിക്കേഷൻ
അല്ല നിങ്ങൾക്കിപ്പം സപ്പോസ് നിങ്ങളിപ്പോൾ സാധാരണ രീതിയിൽ കോളേജിൽ വന്നിട്ടൊരു എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സൈൻ വാങ്ങിക്കുമ്പോൾ എന്താണ് നമ്മൾ തന്നു എന്നുള്ളൊരു ഒരു ഓതന്റിക്കേഷൻ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൈൻ ചെയ്യുന്നത്. അപ്പൊ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി, ദിസ് ഇസ് ഓൾസോ ഓതന്റിക്കേഷൻ. ഇപ്പൊ സപ്പോസ് ഇഫ് സെൻഡർ ഈസ് സെൻഡിങ് എ മെസ്സേജ് ടു ബി അല്ലെ, അപ്പൊ ബിയിലെ റിസീവർ, അപ്പൊ റിസീവറിലേക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, അയച്ച മെസ്സേജ് ആണെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ വെച്ചിട്ട് ആ ഓതന്റിക്കേഷൻ നമുക്ക് ഉറപ്പ് വരുത്താം. മനസ്സിലാവുന്നല്ലോ പറയുന്നത്. സപ്പോസ് ഇപ്പോൾ ഒരു മെസ്സേജ് ഒരു സെൻഡർ വേറൊരാൾക്ക് അയക്കുന്ന സമയത്ത് വേറൊരാൾ വന്നിട്ട് അതിൻ്റെ ഇടയിൽ ആ പിന്നെ മെസ്സേജ് എടുക്കുന്നതായിരിക്കാം, നമ്മൾ ഈ പറഞ്ഞ ക്രിപ്റ്റ് അനാലിസിസ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ക്രിപ്റ്റ് അനാലിസിസ് ചെയ്തിട്ട് നമ്മൾ അതിൽ മാറ്റം വരുത്തിയിട്ട് അയാൾ അയക്കുന്നതാണെങ്കിൽ നമുക്കതിൽ ഓതന്റിക്കേഷൻ ഇല്ല. അതേസമയം എയുടെ ഓതന്റിക്കേഷൻ, ഒരു സൈൻ അതിലുണ്ടെങ്കിൽ നമുക്ക് സൈൻ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് അയച്ച മെസ്സേജ് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം അല്ലേ. ഇപ്പൊ നിങ്ങളിപ്പം ഒരു ലെറ്റർ വാങ്ങിച്ചിട്ട് സപ്പോസ് നിങ്ങൾക്ക് വേറെ ആർക്കും കൊടുക്കും, ഞാൻ സൈൻ ചെയ്തതാണെങ്കിൽ എന്റെ ഓതന്റിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഞാൻ ചെയ്തതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. സോ അത് ഓതന്റിക്കേഷൻ അതോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എപ്പോഴും ഒരു സിഗ്നേച്ചർ ഇടുന്നത് എല്ലാ ഡോക്യുമെന്റ്. സിമിലർലി ഇൻ കമ്മ്യൂണിക്കേഷൻ ഒരുപാട് സെൻഡേഴ്സ് ഉണ്ടാവും, ഒരുപാട് റിസീവേഴ്സും ഉണ്ടാവും അല്ലെ. അപ്പൊ ഇന്ന ആളിൽ നിന്നാണ് നമുക്ക് മെസ്സേജ് കിട്ടി എന്നുള്ള ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ അകത്തൊരു സിഗ്നേച്ചർ ചെയ്യുന്നത്. ഇപ്പൊ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു ഈ പറയുന്ന പോലെ ഒരു ഒതന്റിക്കേഷൻ നമ്മൾ അയക്കുന്ന ഡോക്യുമെന്റിൽ നമ്മൾ എംബഡ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മൾ ചെയ്യുന്നത് പറയുന്നത് ആ ഓതന്റിക്കേഷൻ പ്രോസസ്, ഇതിനെയാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്ന ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ പബ്ലിക് കീ ക്രിപ്റ്റോസിസ്റ്റം യൂസ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ അതാണ് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ കേസ് നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പം ഇവിടെ ഇപ്പോൾ ഒരു എ എന്ന് പറഞ്ഞ ഒരു റിസീവർ ഉണ്ട്, ഐ മീൻ സെൻഡർ ഉണ്ട്. സപ്പോസ് ഹിയർ വി ഹാവ് എ ആൻഡ് അവർ റിസീവർ ഇസ് ബി. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് അയക്കുവാണ് അല്ലെ, നമ്മൾ എന്താ ചെയ്യുന്നത്, മെസ്സേജ് പ്ലെയിൻ ടെക്സ്റ്റിന് സൈഫർ ടെക്സ്റ്റ് ആക്കിയിട്ട് മാറ്റുന്നു അല്ല, സൈഫർ ടെക്സ്റ്റ് ആക്കി ഇവിടെ എൻക്രിപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എൻക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഇവിടെ സൈഫർ ടെക്സ്റ്റ് കിട്ടി നമുക്ക്, ഇത് നമ്മൾ സെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ബിയിലെത്തി, ബി എന്ത് ചെയ്യുന്നു, അതിനെ ഡീക്രിപ്റ്റ് ചെയ്യുന്നു അല്ല, ബിയുടെ കീ വെച്ച് ഇവിടെ എയുടെ കീ യൂസ് ചെയ്യും. എയുടെ കീ എന്ന് വെച്ചാൽ ഏതാ കീ ഉള്ളത്, ഇപ്പോൾ പബ്ലിക് കീ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബിയുടെ പബ്ലിക് കീ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക അല്ലേ. ഇവിടെ ബിയുടെ പ്രൈവറ്റ് കീ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഡീക്രിപ്റ്റ് ചെയ്യുന്നു. അപ്പം നമുക്കിവിടെ എന്ത് കിട്ടുന്നുണ്ട്, പ്ലെയിൻ ടെക്സ്റ്റ് നമ്മൾ എടുത്തു. സപ്പോസ് ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും കയറിയിട്ട് എന്താ ചെയ്യുന്നു, ഇപ്പം അറിയാണെങ്കിൽ അതായത് ബിയുടെ ഇവിടെ ഇപ്പം സപ്പോസ് ഇപ്പം സി ഉണ്ട്. സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഒ PUB അല്ലേ, മെസ്സേജിന് ഞാൻ പി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു, പ്ലെയിൻ ടെക്സ്റ്റ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ഡീക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്ലെയിൻ ടെക്സ്റ്റ് അങ്ങനെ DOPRBC ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഞാൻ പറയുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ വാട്ട് ഈസ് ദ നീഡ് ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ, അതിനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സപ്പോസ് there will be a ക്രിപ്റ്റ് അനാലിസിസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആരെങ്കിലും ഒരാൾ പുറത്തുനിന്ന് വന്നിട്ട് അതിനെ ആക്സസ് ചെയ്തു, ഈ സി എന്ന് പറഞ്ഞ മെസ്സേജിനെ എടുത്തു. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഈ അറിയുന്ന ആൾക്ക് ഇത് അറിയാണെങ്കിൽ, അതായത് ഈ ബിയുടെ കീ അറിയാമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിനെ ഈ പ്ലെയിൻ ടെക്സ്റ്റിനെ നമുക്ക് ഇവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും അല്ലെ. ഇവിടെ ഈ മെസ്സേജിന് ഇപ്പം സപ്പോസ് ഒരു പി എന്ന് പറഞ്ഞ മെസ്സേജിനെ നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ എന്തുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ PRB ഉണ്ടെങ്കിൽ ക്രിപ്റ്റ് അനാലിസിസ് നടത്തിയാൽ ചെയ്യാൻ പറ്റും. കീ നമുക്ക് എന്തെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ പറ്റും അല്ലെ. അപ്പൊ ഇനിയിപ്പം സപ്പോസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ അയാള് വീണ്ടും ഒരു മെസ്സേജസ് ഇവിടെ പാസ് ചെയ്യുന്നു അല്ലെ. അപ്പം ഇവിടെ ഈ പറയുന്ന പോലെ ഈ ക്രിപ്റ്റ് അനാലിസിസ് ചെയ്യുന്ന ആളുടെ കയ്യിൽ പബ്ലിക് കീ ഉണ്ടെന്ന്, അതായത് സപ്പോസ് ഇയാളുടെ കയ്യിൽ രണ്ടുണ്ട്, പ്രൈവറ്റ് കീ ആൻഡ് പബ്ലിക് കീ ഉണ്ടെന്ന് എഴുതിയിരിക്കും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രൈവറ്റ് കീ യൂസ് ചെയ്തിട്ട് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും അല്ലെ. സിമിലർലി ഇതിനെ വേറൊന്നും കൂടി ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ മാറ്റിയെടുത്ത പ്ലെയിൻ ടെക്സ്റ്റിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പബ്ലിക് കീ യൂസ് ചെയ്തുകൊണ്ട് എൻക്രിപ്റ്റ് ചെയ്യാനും പറ്റും അല്ലെ. പബ്ലിക് കീ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, പുതിയൊരു സൈഫർ ടെക്സ്റ്റ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അപ്പം എന്തില്ല, ഈ ബിയിലേക്ക് എത്തുന്ന സമയത്ത്
there will be a problem. അതായത് ഇത് എയിൽ നിന്ന് വന്ന മെസ്സേജ് ആണോ അല്ലെങ്കിൽ നമുക്ക് ഓതന്റിഫിക്കേഷൻ കിട്ടുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഓതന്റിക് ആയിട്ട് ആ മെസ്സേജ് എ സെൻഡ് ചെയ്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു പ്രശ്നം വരും. ഓക്കെ, അപ്പം ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി ആർ യൂസിങ് ഡിജിറ്റൽ സിഗ്നേച്ചർ. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? കാവ്യ മനസ്സിലാവുന്നുണ്ടോ? നച്ചിക്കേതസ് ക്ലിയർ അല്ല? ഓക്കെ. അപ്പം ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ പ്രൊസീജിയർ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന പോലെ ഇവിടെ എന്ത് ചെയ്യും, ദർ വിൽ ബി ആൻ എക്സ്ചേഞ്ച് ഓഫ് പിന്നെ പബ്ലിക് കീ ആൻഡ് പ്രൈവറ്റ് കീ. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതിൽ പബ്ലിക് കീ യൂസ് ചെയ്യുന്നതിന് പകരം പ്രൈവറ്റ് കീ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. So here we have plain text. ഒന്ന് നോട്ട് ചെയ്യാം. Encryption. Okay. Okay. Suppose here is a sender. ഇവിടെ ഒരു സെൻഡർ ഉണ്ട്, കാണുന്നില്ല? ജസ്റ്റ് നോട്ട് ചെയ്ത് വർക്കണ സെൻഡർ. ഓക്കെ ഓക്കെ. ഇപ്പം നമ്മളെ കൂട്ടിൽ ഇപ്പം സപ്പോസ് നച്ചിക്കേതസ് ആണ് നമ്മുടെ സെൻഡർ എന്ന് വിചാരിക്കുക. ഓക്കെ, നച്ചിക്കേതസിൻ്റെ എന്ന് വെച്ചാൽ നച്ചിക്കേതസാണ്. സോ നച്ചിക്കേതസ് ഇസ് അവർ സെൻഡർ. ഓക്കെ, അപ്പോൾ നച്ചിക്കേതസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ അതിൽ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും കേസിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? സപ്പോസ് ഇവിടെ നമുക്ക് നച്ചിക്കേതസ് സെൻഡ് ചെയ്യുന്ന ഇപ്പോൾ കാർത്തിക്കിനാണ് നമ്മൾ മെസ്സേജ് അയക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ സെൻഡ് മെസ്സേജ് ടു കാർത്തിക്. ഓക്കെ, അപ്പം സാധാരണ ഗതിയിൽ എങ്ങനെയാണ് എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ്റെ കേസിൽ എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്യുക? എങ്ങനെയാണ് എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ പ്രോസസ്സിൽ എങ്ങനെയായിരുന്നു ഇപ്പം നമ്മൾ പറഞ്ഞ എങ്ങനെയായിരുന്നു ചെയ്യുക? പറ. കാർത്തിക്കിനാണ് മെസ്സേജ് അയക്കേണ്ടത്. കാർത്തിക് ഈസ് ദ റിസീവർ അല്ലേ? അപ്പോൾ സെൻഡറും നച്ചിക്കേതസ് ആണ്. സോ എങ്ങനെയാണ് അതിൽ എൻക്രിപ്ഷൻ എങ്ങനെ ചെയ്യുന്നത്?
ഇവിടെ പറയടാ, ഇങ്ങനെ ചെയ്യാം. അതായത് റിസീവറിന്റെ കാർത്തിക്കിന്റെ പബ്ലിക് കീ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുക, ശരിയല്ല? റിസീവർ സൈഡിന് കാർത്തിക്കിന്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തുകൊണ്ട് ഡീക്രിപ്റ്റ് ചെയ്യും, അല്ല? അപ്പൊ ഇവിടെ രണ്ടും യൂസ് ചെയ്യുന്നത് കാർത്തിക്കിന്റെ കീ ആണ് യൂസ് ചെയ്യുന്നത്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും പ്രോസസ്സിൽ അങ്ങനെയായിരുന്നു ചെയ്തത്. പക്ഷെ ഇവിടെ ഡിജിറ്റൽ സിഗ്നേച്ചറിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ സെൻഡറിന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യും. മനസ്സിലായോ? അത് ഇവിടെ സെൻഡർ ആരാണ്? നജികേതസ്. നമുക്ക് നജികേതസിന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എന്ത് ചെയ്യാം? പി എൻ നജികേതസിന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് ഞാനിവിടെ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? മനസ്സിലായോ? ഓക്കെ. ഇവിടെ ഇപ്പം കാർത്തിക്കിന്റെ സൈഡിൽ ഇപ്പൊ ഒരുപാട് പബ്ലിക് കീസ് ഉണ്ടാവും, അല്ലെ? പബ്ലിക് കീ എന്ന് പറയുമ്പോൾ ഇപ്പം ബാക്കിയുള്ള ഇപ്പൊ സെൻഡേഴ്സിന്റെ അല്ലെങ്കിൽ റിസീവേഴ്സിന്റെ ഒക്കെ പബ്ലിക് കീസ് ഇവിടെ, ഐ മീൻ പബ്ലിക് കീസ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. അപ്പൊ ഇവിടെ ഇപ്പൊ ചിലപ്പം അപ്ലൈഡ് ഉണ്ടാവാം, അല്ലെ? നമ്മളിപ്പം പറഞ്ഞു ഇങ്ങനെ കുറെ ആൾക്കാരുടെ നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിക് കീസ് ഉണ്ട്. ഇതെല്ലാം പബ്ലിക് കീ റിംഗ് ആണ്. പക്ഷെ നിങ്ങൾ നോക്കണം, നമ്മളിപ്പം ഇത് എൻക്രിപ്റ്റ് ചെയ്തത് നജികേതസിന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ടാണ്. അപ്പൊ ഡീക്രിപ്റ്റ് ചെയ്യാൻ എന്ത് വേണ്ടി വരും? ഡീക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യാം? നമ്മൾ ഈ കീ റിംഗ് ഏതാ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുമോ? അല്ല, എപ്പോഴും ഡീക്രിപ്ഷനും എൻക്രിപ്ഷനും എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞത്? രണ്ട് കീ ഉണ്ട്, ഒരാൾക്ക് തന്നെ രണ്ട് കീ ഉണ്ട്, പബ്ലിക് കീയും പ്രൈവറ്റ് കീയും. അപ്പം വൺ ഓഫ് ദീസ് കീ വിൽ ബി യൂസ്ഡ് ഫോർ എൻക്രിപ്ഷൻ ആൻഡ് അതർ ഈസ് യൂസ്ഡ് ഫോർ ഡീക്രിപ്ഷൻ. അങ്ങനെ പറയുമ്പോൾ ഇവിടെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത് എന്ത് വെച്ചിട്ടാണ്? നജികേതസിന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്തത്. അപ്പം എങ്ങനെ നമുക്ക് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ? എങ്ങനെയാ ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ? എങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ? പറ. പബ്ലിക് കീ, ആരുടെ ഏതെങ്കിലും ഒരു കീ നമുക്ക് എൻക്രിപ്ഷൻ യൂസ് ചെയ്താൽ അതേ ആ പേരുള്ള മറ്റേ കീ വെച്ചിട്ട് നമുക്ക് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വെച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ? നജികേതസിന്റെ തന്നെ പബ്ലിക് കീ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പം ഹിയർ വി ആർ യൂസിങ് നജികേതസ് പബ്ലിക് കീ, PNE വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡീക്രിപ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതില് ഇങ്ങനെയാണ് ഡിജിറ്റൽ സിഗ്നേച്ചറിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. ഇപ്പൊ ഡിജിറ്റൽ സിഗ്നേച്ചർ പ്രോസസ്സിൽ ആലോചിക്കുക, എൻക്രിപ്ഷനും യൂസ് ചെയ്യുന്നത് നമ്മൾ ആരാണോ സെൻഡറിന്റെ എന്ത് യൂസ് ചെയ്യും? സെൻഡറിന്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്യും. സോ വി ആർ യൂസിങ് സെൻഡേഴ്സ് പ്രൈവറ്റ് കീ. ഓക്കെ. അതായത് നമുക്ക് അവിടെ എഴുതാം സൈഫർ ടെക്സ്റ്റ് സി എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതിയത്? ഇങ്ങനെ നമ്മൾ എഴുതിയത്. അപ്പൊ ആരാണോ നിങ്ങൾ ഇത് കൊടുത്തത് അതിനനുസരിച്ച് എഴുതുക കേട്ടോ. എൻക്രിപ്ഷൻ എങ്ങനെ എൻക്രിപ്റ്റ് ചെയ്തത്? പി ആണ് നമ്മുടെ പ്ലെയിൻ ടെക്സ്റ്റ്. എങ്ങനെ ചെയ്തു? PNR, അതായത് പ്രൈവറ്റ് കീ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, അല്ലെ? സെൻഡറിന്റെ പ്രൈവറ്റ് കീ, സെൻഡേഴ്സ് പ്രൈവറ്റ് കീ വിൽ ബി യൂസ്ഡ് ഫോർ എൻക്രിപ്ഷൻ. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇനി ബാക്കി. ഡീക്രിപ്ഷൻ എന്താ യൂസ് ചെയ്തത്? വി ആർ യൂസിങ് സെൻഡേഴ്സ്, സോറി, so we are using senders public key. കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. സെൻഡേഴ്സ് പബ്ലിക് കീ ഇത് വെച്ചിട്ട് നമ്മൾ ഡീക്രിപ്റ്റ് ചെയ്തു. അങ്ങനെയാണ് എന്തിൽ ചെയ്യുന്നത്? ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ പ്രൊസീജിയറിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്താ ശരിക്കും? എങ്ങനെയാണ് ഇതിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ വരുന്നത്? അപ്പൊ നോക്കൂ നിങ്ങൾ, നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് പ്രൈവറ്റ് കീ ആണ്. അപ്പൊ ഈ പറയുന്ന സെൻഡറിന് നജികേതസിന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എൻക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ദ എൻറ്റയർ എൻക്രിപ്റ്റഡ് മെസ്സേജ്, ടോട്ടൽ എൻക്രിപ്റ്റഡ് മെസ്സേജ് സെർവ് ആസ് എ ഡിജിറ്റൽ സിഗ്നേച്ചർ. അതൊരു പ്രൈവറ്റ് കീ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത്, പബ്ലിക് കീ അല്ല, പ്രൈവറ്റ് കീ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക വെച്ചാൽ ദർ വിൽ ബി ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ആയിട്ട് എൻറ്റയർ മെസ്സേജ് പ്രൈവറ്റ് ആയിട്ടുള്ള കീ ആണ് നമ്മൾ യൂസ് ചെയ്തത്.
അപ്പോൾ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ എന്താണ് ഡിജിറ്റൽ സിഗ്നേച്ചർ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനകത്തുള്ള പ്രൈവറ്റ് കീ വെച്ച് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് അൾട്ടർ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു അൾട്ടർ ദ മെസ്സേജ്, ഓക്കെ, വിത്തൗട്ട് ആക്സസ്. ഇതിന്റെ പ്രൈവറ്റ് കീ ആക്സസ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് അൾട്ടർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതിനെ ഡീക്രിപ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പബ്ലിക് കീ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഡീക്രിപ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ, പക്ഷെ ഒരിക്കലും ഇതിനെ അൾട്ടർ ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് മറ്റേ കേസിലാണെങ്കിൽ നമുക്ക് വേറൊരാളെ കീ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പബ്ലിക് കീ വെച്ചിട്ട്, എന്ന് വെച്ചാൽ പബ്ലിക് കീ വെച്ചിട്ടായിരുന്നു അതിൽ എൻക്രിപ്റ്റ് ചെയ്തത്. ആ പബ്ലിക് കീ എന്ന് പറയുന്നത് എല്ലാവർക്കും പോകുന്ന മെസ്സേജാണ് അല്ല. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് എന്തില്ല, ഓതന്റിക്കേഷൻ ഇല്ല. പ്രൈവറ്റ് കീ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ദ ടോട്ടൽ മെസ്സേജ് വിൽ ബി സെർവേഴ്സ് ആൻഡ് ഡിജിറ്റൽ സിഗ്നേച്ചർ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റ ഇന്റഗ്രിറ്റി അതുപോലെ കോൺഫിഡൻഷ്യാലിറ്റിയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആക്ച്വലി ഇത് കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ, വയലേറ്റ് ചെയ്യാതെ കീപ്പ് ചെയ്യുന്നുണ്ട്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ശ്രുതി മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതായത് എപ്പോഴും ആലോചിക്കുക, പബ്ലിക് കീ എന്ന് പറയുന്നത് എല്ലാവർക്കും കൊടുക്കുന്ന കീ ആണ്, എല്ലാവരിലും ഉണ്ടാകുന്ന കളക്ട് ചെയ്ത് വെക്കുന്ന കീ ആണ്. അപ്പം നമ്മളിപ്പോൾ ഒരു മെസ്സേജ് അയക്കുമ്പോൾ എല്ലാവരുടെ പബ്ലിക് കീയും കയ്യിലുണ്ടാവും. അതായത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നവരുടെ എല്ലാവരുടെയും പബ്ലിക് കീ നമ്മുടെ കയ്യിലുണ്ട്. പ്രൈവറ്റ് കീ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൺ കീ. അപ്പൊ പ്രൈവറ്റ് കീ വെച്ചിട്ട് നമ്മൾ പിന്നെ എന്താ പറയുക, എൻക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, അതിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി ആ പ്രൈവറ്റ് കീ തന്നെ വേണം അല്ലെ. പ്രൈവറ്റ് കീ തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ. അപ്പോൾ പ്രൈവറ്റ് കീ വെച്ച് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ദാറ്റ് എൻറ്റയർ മെസ്സേജ് വിൽ ആക്ട് ആസ് എ ഡിജിറ്റൽ സിഗ്നേച്ചർ അല്ലെ. അതേസമയം പബ്ലിക് കീ വെക്കുമ്പോൾ പബ്ലിക് കീ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, പബ്ലിക് കീ എല്ലാവരുടെ കയ്യിലുള്ള കീ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ അവരുടെ ആർക്കാണോ കിട്ടുന്നത് അവരുടെ പ്രൈവറ്റ് കീ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ ഓതന്റിക്കേഷൻ ഇല്ല. എപ്പോഴാണോ പ്രൈവറ്റ് കീ വെച്ചിട്ട് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നത്, there will be an authentication. Okay, അപ്പോൾ അതിനെയാണ് the total message will act as a, I mean, the encrypted ciphertext will act as a digital signature. Okay, അതാണ് അവിടെ ഈ കേസിൽ നടക്കുന്നത്, ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന ആപ്ലിക്കേഷനിൽ നടക്കുന്നത്. ഇനി തേർഡ് ആപ്ലിക്കേഷൻ ഞാൻ എന്താ പറഞ്ഞത്? കീ എക്സ്ചേഞ്ച്. കീ എക്സ്ചേഞ്ചിങ് ആണ് അടുത്ത് നമ്മൾ പറഞ്ഞത്. അപ്പൊ എന്തെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇവിടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂസ് ഓഫ് പബ്ലിക് കീ ഓർ പ്രൈവറ്റ് കീ, അത് വെച്ചിട്ടാണ് ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ വേരി ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്കിപ്പോൾ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും ആണ് മെയിനായിട്ട് വേണ്ടതെങ്കിൽ എന്താ വേണ്ടത്, നമ്മൾ ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യേണ്ടത് പബ്ലിക് കീ ഫോർ എൻക്രിപ്ഷൻ ആൻഡ് പ്രൈവറ്റ് കീ ഫോർ ഡീക്രിപ്ഷൻ. ഇപ്പൊ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഇപ്പം എ എന്ന് പറഞ്ഞ ആളുടെ പ്രൈവറ്റ് കീയോ പബ്ലിക് കീയോ വെച്ചിട്ടാണ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്തതെങ്കിൽ ഡീക്രിപ്റ്റ് ചെയ്യാനും സെയിം ആളുടെ തന്നെ കീ വേണം, അല്ലാണ്ട് നമുക്ക് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എൻക്രിപ്ഷന്റെ കേസിൽ നമ്മൾ എന്താ ചെയ്തത്, സോ വി യൂസ് എന്താ ചെയ്തത്, റിസീവേഴ്സ് പബ്ലിക് കീ ആണ് അല്ലെ. ഇതിന്റെ റിസീവറിൽ എത്തിച്ച ശേഷം എന്താ ചെയ്തു, റിസീവർ അവരുടെ പ്രൈവറ്റ് കീ വെച്ചിട്ട് അതിനെ ഡീക്രിപ്റ്റ് ചെയ്തു. ഡിജിറ്റൽ സിഗ്നേച്ചറിൽ നമ്മൾ ചെയ്തത് നമ്മുടെ സെൻഡറിന്റെ തന്നെ പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്തത്. സോ ഫോർ ഡീക്രിപ്ഷൻ വി നീഡ് റിസീവേഴ്സ് പബ്ലിക് കീ, സെൻഡേഴ്സ് പബ്ലിക് കീ. അപ്പൊ അത് എപ്പോഴും ആലോചിച്ച് നോക്കുക. ആ പെയർ ഓഫ് കീ വെച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡീക്രിപ്റ്റ് ചെയ്യാനും എൻക്രിപ്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. Okay, so the next is key exchange. Key exchange എങ്ങനെയാണ് നമുക്ക് നോക്കാം.
ഇതൊന്ന് നോട്ട് ചെയ്യാം, വരച്ചെടുക്കുക പെട്ടെന്ന്. കാണുന്നില്ല? അജ്മിനെ കാണുന്നില്ല? നജികേസ് കാണുന്നില്ല? ഓക്കെ, മെസ്സേജ് സോഴ്സ് എ, ഇവിടെ എക്സ്. ഓക്കെ, പിന്നെ എൻക്രിപ്ഷൻ അൽഗോരിതം, അഗൈൻ ഇവിടെ ഡീക്രിപ്ഷൻ അൽഗോരിതം, മെസ്സേജ് സോഴ്സ് ബി. ഓക്കെ, ഇവിടെ പി ആർ എ, കീ പെയർ സോഴ്സ്, ഇവിടെ പി ആർ എ, ഇവിടെ പി യു ബി, പി ആർ ബി, പി യു എ. വരച്ചോ? അമയ വരച്ചോ? ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ പറഞ്ഞ കീ എക്സ്ചേഞ്ച് ആണല്ലേ. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഫസ്റ്റ് സെക്ഷൻ എങ്ങനെയാണ് വരുന്നത്? നമ്മളിവിടെ 2 പ്രാവശ്യം എൻക്രിപ്റ്റും ചെയ്യുന്നുണ്ട്, ഡീക്രിപ്റ്റും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ മെസ്സേജ് സോഴ്സ് എ ആണ്. അപ്പൊ എൻക്രിപ്ഷൻ അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി? വൈ എന്ന് പറഞ്ഞ ഒരു സൈഫർ ടെക്സ്റ്റ് കിട്ടി. അപ്പൊ വൈ നമുക്ക് എങ്ങനെ എഴുതാം? വൈ ഈസ് ഈക്വൽ ടു എൻക്രിപ്ഷൻ ഓഫ് എക്സ്. എക്സ് ആണ് മെസ്സേജ്. യൂസിങ് എന്താണ് യൂസ് ചെയ്തത്? എൻക്രിപ്ഷന് വേണ്ടി യൂസ് ചെയ്ത കീ ഏതാണ്? പറ. പ്രൈവറ്റ് കീ. എയുടെ പ്രൈവറ്റ് കീ അല്ലെ. എയുടെ കീ സോഴ്സ് നിന്ന് കീ പെയർ സോഴ്സ് നിന്ന് പ്രൈവറ്റ് കീ എടുത്തു നമ്മൾ. അപ്പം പ്രൈവറ്റ് കീ ഓഫ് എ, യൂസിങ് പ്രൈവറ്റ് കീ ഓഫ് എ വി എൻക്രിപ്റ്റഡ് ദ മെസ്സേജ് ആൻഡ് വി ഗോട്ട് സൈഫർ ടെക്സ്റ്റ് വൈ അല്ലെ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്തത്? വീണ്ടും അതിനെ ഒന്നും കൂടി എൻക്രിപ്റ്റ് ചെയ്ത്. എങ്ങനെ എൻക്രിപ്റ്റ് ചെയ്തത്? എൻക്രിപ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? സെഡ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് കിട്ടി അല്ലെ. സെഡ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സൈഫർ ടെക്സ്റ്റ് കിട്ടി. അതിൽ വ്യത്യാസം വന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെ എൻക്രിപ്റ്റ് ചെയ്ത്? അവിടെ യൂസ് ചെയ്ത കീ ഏതാ? നമ്മൾ വൈനെയാണ് എൻക്രിപ്റ്റ് ചെയ്തത്. ഓക്കെ, വൈനെയാണ് എൻക്രിപ്റ്റ് ചെയ്തത്. എങ്ങനെ യൂസ് ചെയ്തു? എന്ത് വെച്ചിട്ടാണ് ചെയ്തത്? ബി എന്ന് പറയുന്ന സോഴ്സിന്റെ, എയും ബി ആണ് നമ്മുടെ സോഴ്സസ് അല്ലെ. എയും ബി ആണ് സോഴ്സസ്. എ ആൻഡ് ബി ആർ അവർ സോഴ്സസ്, സെൻഡർ ആൻഡ് റിസീവർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? പി യു ബി അല്ലെ, പബ്ലിക് കീ. ബി എന്ന് പറയുന്ന മെസ്സേജ് സോഴ്സ് അല്ലെ, ബി എന്ന് പറയുന്ന റിസീവറിന്റെ പബ്ലിക് കീ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും ഒന്നും കൂടി അതിനെ എൻക്രിപ്റ്റ് ചെയ്തു. അഗൈൻ വി എൻക്രിപ്റ്റ്. സോ ദർ വിൽ ബി 2 എൻക്രിപ്ഷൻ. ഇനി എന്ത് ചെയ്തു? അടുത്തെന്താ ചെയ്യുന്നത്? ഡീക്രിപ്ഷനിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ സെഡിനെ വൈ ആക്കണം, വൈനെ എക്സ് ആക്കണം. അപ്പൊ എന്താ നമ്മൾ ചെയ്യുക? ജനറലി എന്താ ചെയ്യുക കാവ്യ? വൈ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? വൈ കിട്ടണമെങ്കിൽ ആക്ച്വലി നമ്മളിവിടെ ഡീക്രിപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ കയ്യിൽ ബി എന്ന് പറഞ്ഞ സോഴ്സിൽ ഇപ്പോൾ ഉള്ളത് അല്ലെ. ബി എന്ന് പറഞ്ഞ സോഴ്സിന്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്തു അല്ലെ. പ്രൈവറ്റ് കീ യൂസ് ചെയ്ത് സെഡിനെ നമ്മൾ എന്താക്കി മാറ്റി? സെഡ് എന്ന് പറഞ്ഞ സൈഫർ ടെക്സ്റ്റിനെ വൈ ആക്കി മാറ്റി. അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് ഇനി എന്ത് കിട്ടണം? എക്സ് ആണ് കിട്ടേണ്ടത്. എക്സ് കിട്ടുമ്പോൾ എന്താ നമ്മൾ ചെയ്തത്? എന്താ ചെയ്ത? പറ, നിങ്ങൾ കാണുന്നില്ലേ? എന്താ ചെയ്തത്? എന്റെ പബ്ലിക് കീ, എന്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് നമ്മൾ ആദ്യം അത് എൻക്രിപ്റ്റ് ചെയ്തത്. അപ്പൊ സോ വി ഹാവ് ടു യൂസ് എസ് പബ്ലിക് കീ, പി യു എ അല്ലെ. അത് വെച്ച് വൈനെ നമ്മൾ എക്സ് ആക്കി മാറ്റി. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമുക്ക് ഈ വൈനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇസ് ഈക്വൽ ടു വൈനെ നിങ്ങൾ എങ്ങനെ എഴുതാം? അതായത് എൻക്രിപ്ഷൻ ഓഫ് പി ആർ എ എക്സ് എന്ന് എഴുതാം അല്ലേ. ഓക്കെ, ഇതിങ്ങനെ എഴുതുമ്പോൾ എന്താ സംഭവിക്കുക? ആക്ച്വലി
നമ്മൾ ഇത് നോക്കുക കേട്ടോ. ബാക്കി എക്സ്പ്ലനേഷൻ ഞാൻ നെക്സ്റ്റ് ക്ലാസ് പറയുന്ന ടൈമില്ല. അങ്ങനെയാണ് ഇതിൽ എക്സ്ചേഞ്ച് നടക്കുന്നത് പറഞ്ഞത്. ഓക്കെ, ഇത് നോട്ട് ചെയ്ത് വെക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ കാര്യം പറയാൻ സമയമില്ല, കുറച്ച് പറയാനുണ്ട്. തീരൂല, പിന്നെ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഇതുവരെ മനസ്സിലായില്ലേ? ഇപ്പൊ പറഞ്ഞത് മനസ്സിലായില്ല? നന്നായി മനസ്സിലായില്ല? അതായത് ഇവിടെ കീ എക്സ്ചേഞ്ചിൽ 2 ഇത് വരുന്നുണ്ട്, 2 എൻക്രിപ്ഷനും സിമിലർലി 2 ഡീക്രിപ്ഷനും വരുന്നുണ്ട്. അപ്പൊ അത് ആദ്യം നോട്ട് ചെയ്ത് വെക്കും, ഫിഗർ കൊടുത്ത് വെക്കും. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. പ്ലീസ് അറ്റൻഡൻസ്. സാറേ മറ്റേ ക്ലാസ് 11:10 തുടങ്ങും. ഏത് സിവിലിൽ കയറാനായി ഓക്കെ 11:10. ഓക്കെ ഓക്കെ, സോറി. No,